2 നൂറ്റാണ്ടിലധികമായി ഇടതുമുന്നണിയുടെ സ്ഥിരം തട്ടകമായ ചിറക്കടവ് പഞ്ചായത്തിൽ ഇക്കുറി വ്യക്തമായ ഭൂരിപക്ഷം നേടാനാവാതെ LDF. വാർഡ് വിഭജനത്തോടെ 22 വാർഡുകളുള്ള പഞ്ചായത്തിൽ 10 സീറ്റുകൾ മാത്രമാണ് LDFന് നേടാനായത്. ശ്രദ്ധേയമായ മത്സരം നടന്ന 7ാം വാർഡിൽ സ്വതന്ത്രനായി മത്സരിച്ച ആന്റണി മാർട്ടിൻ വലിയ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. സീറ്റ് ലഭിക്കാതെ വന്നതോടെ കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും രാജിവെച്ച് ആന്റണി മാർട്ടിൻ സ്വതന്ത്രനായാണ് മത്സരിച്ചത്. 679 വോട്ടുകൾ ആന്റണി മാർട്ടിൻ നേടി. ഇവിടെ സീറ്റ് പിടിച്ചെടുത്ത് മത്സരിച്ച CPIയിലെ P. ബാലചന്ദ്രന് 107 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. ഇത് ഇഴകീറി പരിശോധിക്കുമ്പോൾ ഈ വാർഡിൽ LDFന് ലഭിക്കേണ്ടിയിരുന്ന പാർട്ടി വോട്ടുകൾ എവിടെ പോയി എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ തവണ 5 സീറ്റുകൾ മാത്രം ലഭിച്ച NDA ഇക്കുറി 8 സീറ്റുകൾ നേടി നില മെച്ചപ്പെടുത്തി. എങ്കിലും NDAയിലെ പ്രമുഖരായ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടതിന്റെ നിരാശ NDA പാളയത്തിലുണ്ട്. UDF 3 സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ഇവിടെ പ്രസിഡന്റ് സ്ഥാനം സംവരണമായതിനാൽ ചില രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിന് വരും ദിവസങ്ങളിൽ ചിറക്കടവ് വേദിയാകുമെന്ന് വേണം കരുതാൻ. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.